ലിയോ വേഴ്സസ് റോളക്സ്. ലിയോ വേഴ്സസ് റോളക്സ് നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ ലിയോ വേഴ്സസ് റോളക്സ് ഇൻ LCU. സെക്കൻഡ് വൺ ലിയോ വേഴ്സസ് റോളക്സ് ആസ് എ ക്യാരക്ടർ. അതിലെ ഫസ്റ്റ് വൺ ലിയോ വേഴ്സസ് റോളക്സ് ഇൻ LCU. ഓഫ് കോഴ്സ് റോളക്സ് തന്നെയാണ്. വിക്ര സിനിമയിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഓളം ഞാൻ പറഞ്ഞു തരണ്ടാലോ. ആ ഒരൊറ്റ 5 മിനിറ്റ് കാരണം LCU അങ്ങ് പീക്ക് ലെവൽ വരെ എത്തി. വിക്ര സിനിമ അത്രയ്ക്ക് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ LCU ഇത്ര പോപ്പുലർ ആയിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു പങ്ക് റോളക്സിന് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. മറ്റാർക്കും ഇല്ലെന്നല്ല, ലോകേഷാണ് ഇത് ഉണ്ടാക്കിയെങ്കിലും സൂര്യ അഥവാ റോളക്സിന് ഇതിനകത്ത് വലിയ പങ്കുണ്ട്. അതേസമയം ലിയോയിലേക്ക് വന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഹിമാലയ ഹൈപ്പ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. തമിഴ് സിനിമ എന്നല്ല, തലപതിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഹൈപ്പുള്ള സിനിമയായിരുന്നു. എന്തിനു പറയുന്നു, തലപതിയുടെ അവസാനത്തെ ജനനായകന് പോലും ഇത്രയും ഹൈപ്പില്ല. വിക്രം കഴിഞ്ഞിട്ട് ലോകേഷിന്റെ നെക്സ്റ്റ് സിനിമ വിജയുടെ കൂടെ ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് സിനിമ LCUലാണോ അല്ലയോ എന്ന് എത്രത്തോളം ചർച്ച ചെയ്തെന്ന് ഞാൻ പറയണ്ടല്ലോ. എത്രത്തോളം ഡീകോഡിങ് വരെ വന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കമലഹാസൻ, സൂര്യ, കാർത്തി, വിജയ് ഇവരെയൊക്കെ ഒരൊറ്റ സ്ക്രീനിൽ കാണാൻ പറ്റിയ അതെത്രത്തോളം കിടിലമായിരിക്കും. വിജയാണ് കീ റോളക്സ് എന്നും വിജയാണ് റോളക്സിന്റെ ഹെഡ് എന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരി ഫാൻ തിയറീസും വന്ന് നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. സിനിമ ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് ഹാഫ് ഹൈലി പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ മിക്സ്ഡ് റിവ്യൂ വന്നത്. ഫ്ലാഷ് ബാക്ക് ഒക്കെ അത്ര പോലായിരുന്നു. ലിയോ എന്ന ക്യാരക്ടറിനെ അല്ലെങ്കിൽ പാർത്ഥിവനെ LCUലേക്ക് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്നതിലാണ് തോന്നിയെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലിയോ വേഴ്സസ് റോളക്സ് LCU നോക്കിക്കഴിഞ്ഞാൽ അത് റോളക്സ് തന്നെയാണെന്ന്. പക്ഷേ ഇനി ക്യാരക്ടറിന്റെ ബേസിസിൽ നോക്കിയാൽ ലിയോ വേഴ്സസ് റോളക്സ് ഓഫ് കോഴ്സ് ലിയോ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു ക്യാരക്ടറിന്റെ ഫുൾ ഇമ്പാക്ട് അല്ലെങ്കിൽ അതിന് ഡെപ്ത് കാണിക്കണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. ലിയോയിലെ പാർത്ഥിവൻ എന്ന ക്യാരക്ടറിനെ മാത്രം എടുത്താൽ ഇറ്റ് വാസ് ഗംഭീരം. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫിൽ പോലും വിജയ് ആസ് എ ക്യാരക്ടർ ഈസ് ഓക്കെ. ബട്ട് ലോകേഷിന് പാളിപ്പോയി. ഇനി റോളക്സിന്റെ ഒരു ഫുൾ മൂവി വരുമ്പോൾ ലോകേഷിന് അത് വളരെ വലിയൊരു ടാസ്ക് ആയിരിക്കും. കാരണം റോളക്സിന് ഇപ്പൊ തന്നെ വളരെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി സാധിച്ചിട്ടുണ്ട്, അഥവാ ആ 5 മിനിറ്റ് കൊണ്ട്. അതുകൊണ്ട് ഒരു ഫുൾ മൂവി വന്നാൽ ആ ഇമ്പാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ അത് അങ്ങേയറ്റം ഭയങ്കരമായിരിക്കും. റോളക്സിന്റെ സ്പിൻ ഓഫ് മൂവി ഈ അടുത്തൊന്നും ഉണ്ടാവുമെന്ന് തോന്നില്ല. കാരണം കൂലി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് കൈതി 2 ആണെന്നാണ് ലോകേഷ് അപ്പോൾ പറഞ്ഞത്. എന്നാൽ ഇപ്പോഴോ അല്ലുവിനെ കൊണ്ട് സിനിമ എടുക്കുന്നു. കാശിന്റെ കാര്യം കൊണ്ടൊക്കെയാണെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. രജനീകാന്തിന്റെ കൂലിന്ന് കിട്ടിയ ആ ബാഡ് ഇമേജ് അല്ലുവിന്റെ കൂടെയുള്ള സിനിമയിൽ മാറ്റിയിട്ട് ഒരു ഗുഡ് ഇമേജ് ബിൽഡ് ചെയ്തിട്ട് പുള്ളിയുടെ ആ പഴയ പവർ തിരിച്ചു കൊണ്ടുവന്നിട്ട് കൈതിറ്റ് ചെയ്യാനായിരിക്കും പ്ലാൻ. അല്ലുവിന്റെ കൂടെയുള്ള സിനിമ കഴിഞ്ഞിട്ട് കൈതിറ്റ് ചെയ്യാനാണ് പ്ലാനെങ്കിൽ മിനിമം ഒരു 3 വർഷം എടുക്കും. അങ്ങനെ പറയാൻ കാരണം അല്ലുവിന്റെ കൂടെയുള്ള സിനിമ ഈ വർഷമേ ഷൂട്ട് തുടങ്ങത്തുള്ളൂ. ഇതുവരെ ഡേറ്റോ മന്തോ ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ വർഷം ഹാഫോടെ അല്ലെങ്കിൽ അവസാനത്തോടെയൊക്കെ ഷൂട്ട് തുടങ്ങത്തുള്ളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഷൂട്ട് കഴിയുമ്പോൾ എന്തായാലും 27ന്റെ പകുതി കഴിയും. ഷൂട്ട് കഴിഞ്ഞ് പിന്നെ ഡബിങ് അങ്ങനെ കുറെ കാര്യങ്ങൾ, പിന്നെ അടുത്ത സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ, അതിന്റെ ഷൂട്ടിങ്ങും കഴിഞ്ഞ് അങ്ങനെ 28 ലാസ്റ്റിലോ 2029 ഫസ്റ്റിലോ റിലീസ് ചെയ്യുമായിരിക്കും. അങ്ങനെ ഓൾമോസ്റ്റ് 3 വർഷമെങ്കിലും എടുക്കും കൈതിറ്റു റിലീസ് ചെയ്യാൻ. ഇത് അല്ലുവിന്റെ കൂടെയുള്ള സിനിമ കഴിഞ്ഞിട്ട് കൈതിറ്റു ആണെങ്കിലുള്ള കാര്യം പറഞ്ഞത്. അത് വേറെ ആണെങ്കിൽ പിന്നെയും നീണ്ടുപോകത്തുള്ളൂ ഇങ്ങനെ. പിന്നെ റോളക്സിന്റെ സ്പിൻ ഓഫിന്റെ കാര്യം പറയണ്ടല്ലോ, അതൊക്കെ വരെ നല്ല ലാഗടിക്കും. ഇനി റോളക്സിന്റെ ഫുൾ മൂവി ഇറങ്ങിയിട്ട് പറയാം ലിയോ വേഴ്സസ് റോളക്സ് എന്നൊക്കെ. പിന്നെ ലിയോ 2 വന്നാൽ നമുക്ക് ലിയോയും കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോൾ ഒരു പാർത്ഥിവിനെ മാത്രം നമുക്ക് പുള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. റോളക്സ് എന്താണെന്ന് ഒരു 5 മിനിറ്റിലൂടെയെങ്കിലും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ലിയോ എന്താണെന്ന് ഒരു ഫേക്ക് ഫ്ലാഷ് ബാക്ക് ആണ് കാണിച്ചു തന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലിയോയുടെ ഫുൾ ഇമ്പാക്ട് ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ഉള്ളത് വെച്ച് നോക്കിയാൽ ലിയോ വേഴ്സസ് റോളക്സ് ഇൻ LCU റോളക്സ് ആണെന്നും ലിയോ വേഴ്സസ് റോളക്സ് ആസ് എ ക്യാരക്ടർ ലിയോ എന്നും പറഞ്ഞത്. ലിയോ ഒന്നും പറയാൻ പറ്റില്ല, പാർത്ഥിവൻ. ഇനി നമുക്ക് ലിയോയെ അല്ലെങ്കിൽ പാർത്ഥിവനെ LCUലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. റോളക്സിന് എന്തായാലും ഇവിടെ പറയേണ്ട കാര്യമില്ല. റോളക്സ് ഓൾറെഡി ഇൻവോൾവ്ഡ് ആണ് LCUയിൽ. ലിയോ അങ്ങനെ വെറുതെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒരു പ്രത്യേക റീസൺ വേണം. ആ പ്രത്യേക റീസൺ തന്നെ പുള്ളിയുടെ ഫാമിലിയാണ്. പുള്ളിയുടെ ഫാമിലിക്ക് വേണ്ടിയാണ് പുള്ളി ഇപ്പോൾ പാർത്ഥിവനായിട്ട് ജീവിക്കുന്നത്. പുള്ളിക്ക് പഴയ കാലത്തിലൂടെ തിരിച്ചു വരാൻ ഒട്ടും ആഗ്രഹമില്ല. പുള്ളിയുടെ ഫാമിലിക്ക് എന്തെങ്കിലും പറ്റുമ്പോഴാണ് പാർത്ഥിവൻ്റെ ഉള്ളിൽ നിന്ന് ലിയോ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വരുന്നത്. ആ മാർക്കറ്റിലുള്ള ഫൈറ്റ് സീനൊക്കെ ആണെങ്കിൽ പുള്ളി ആദ്യം നോർമലായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ആ തൃശ്യം ഒന്ന് തൊടുമ്പോൾ അവന്മാരെല്ലാം എടുത്തിട്ട് പണ്ണുവാ. പിന്നെ മോനെ തട്ടിക്കൊണ്ട് സ്വന്തം തന്തയായിട്ട് പോലും ഒരു ദൈവദാക്ഷിണ്യം അത് കൊന്നു കളയുന്നുണ്ട്. സ്വന്തം തന്തയെ കൊന്ന് പിന്നെ ആ ചിറ്റപ്പിനെ കൊല്ലാതിരിക്കുന്നത്. അപ്പൊ ചിലർക്കൊരു ഡൗട്ട് തോന്നാം, ആ കോഫി ഷോപ്പിലുള്ള ഫൈറ്റ് സീൻ വന്നു അത് പാർത്ഥിവന്റെ ഫാമിലിയിലുള്ള ആളല്ലെങ്കിൽ പോലും അവളോട് വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് പാർത്ഥിവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ലിയോയെ അഥവാ പാർത്ഥിവനെ LCUയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ പുള്ളിയുടെ ഫാമിലിക്ക് എന്തെങ്കിലും സംഭവിക്കണം. അതിപ്പോൾ റോളക്സ് ആകൂലെന്നെങ്കിൽ റോളക്സിന്റെ പരിപ്പെടുക്കും. ഞാൻ വേറൊന്നും കൊണ്ടും പറയല്ല, സ്വന്തം മോനെ തട്ടിക്കൊണ്ട് സ്വന്തം തന്തയെ പോലും കൊന്നു കളഞ്ഞു. അപ്പൊ പിന്നെ സ്വന്തം കുടുംബത്തിനെ കൊല്ലോ എല്ലാം ചെയ്തവനെ പാർത്ഥിവൻ എന്തൊക്കെ ചെയ്യുമായിരിക്കും. ശരിയാണ്, റോളക്സ് ആണ് LCUയിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വില്ലൻ. പക്ഷെ റോളക്സ് ഡേഞ്ചർ ആവുന്നത് ആ ഗുളിക പൊടിച്ച് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടാ. പുള്ളിയുടെ ഉള്ളിലേക്ക് ആ ലഹരി എത്തി കഴിഞ്ഞിട്ടാ പുള്ളി ഡേഞ്ചറസ് ആവുന്നത്. പക്ഷെ ലിയോ അങ്ങനെയല്ല, അല്ലെങ്കിൽ പാർത്ഥിവൻ അങ്ങനെയല്ല. ഈ പാർത്ഥിവൻ അല്ലെങ്കിൽ ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കത്തില്ല. ലിയോ അല്ല പറയുന്നത് പാർത്ഥിവനാണെങ്കിൽ ഡ്രഗ്സും കാര്യങ്ങളൊന്നും ഉപയോഗിക്കത്തേ ഇല്ല. അപ്പൊ തന്നെ ഇത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടാണ് വരുന്നത്. സ്വന്തം തന്ത വരെ കൊന്നു. ഞാൻ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ പോലും മുഴുനീളമായിട്ട് ലിയോ പുറത്തു വരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ റോളക്സ് പാർത്ഥിവിനെ ഫാമിലിക്ക് ഒന്നെന്നങ്ങ് വെച്ചോ. അപ്പൊ പിന്നെ പാർത്ഥിവിന് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ ലിയോ അല്ല പാർത്ഥിവനാണെന്ന് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളി അടങ്ങിയിരിക്കത്തില്ല. പുള്ളി പഴയ ലിയോ ആവാനായിട്ട് ഹൈ ചാൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ഓർക്കുക, ഒരു ഡ്രഗ്സ് പോലും ഉപയോഗിക്കാതെ പാർത്ഥിവൻ എത്രത്തോളം ഡേഞ്ചറസ് ആണ്.
അപ്പൊ ഈ ഡ്രഗ്സിന്റെ അകത്ത് മെഴുകി നടന്ന ലിയോ എന്തോ ആയിരിക്കും? അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വന്നത് റോളക്സ് പാർത്ഥിവന്റെ ഫാമിലിയെ കൊല്ലുമെന്നല്ല, പാർത്ഥിവനെ LCUയിലിട്ട് കൊണ്ടുവരണമെങ്കിൽ ഇതേ ഉള്ളൊരു വഴി. പുള്ളി വേറെ ആരുടെയും കാര്യത്തിൽ ഇടപെടാനേ പോകത്തില്ല. അത് ലിയോയിലൂടെ നമ്മൾ കണ്ടേ. ഞാൻ റോളക്സിനെ ഒരിക്കലും താഴ്ത്തി കിട്ടി പറയല്ല. ലിയോ ഇറങ്ങിക്കഴിഞ്ഞ് ലോകേഷ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, എൽസുവിന്റെ വില്ലൻ റോളക്സ് തന്നെയാണ്, പക്ഷേ എൽസുവിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ അത് ലിയോ ആണെന്ന് ലോകേഷ് പറഞ്ഞിട്ടുണ്ട്. അത് കാണണം എന്നുള്ള ഒരു ലോകേഷിന്റെ പഴയ ഏതെങ്കിലും ഇന്റർവ്യൂ ഒന്ന് നോക്ക്, എനിക്ക് കണ്ടുപിടിക്കാൻ വയ്യ. കാരണം ഞാൻ രാവിലെ 7 മണിക്ക് തുടങ്ങിയ റെക്കോർഡിംഗ് ആണ്, ഈ 10 മണിയായിട്ട് പോലും കഴിഞ്ഞിട്ടില്ല. ഇനി വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണിക്കണം, അങ്ങനെ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. നമുക്ക് വീഡിയോയിലോട്ട് തിരിച്ചു വരാം. ലോകേഷിന് ഇപ്പോൾ കുറേ എണ്ണ എടുത്ത് കൊടുക്കുന്നുണ്ട്. ലോകേഷിനെ കുറ്റം പറയുന്ന കുറേ എണ്ണ ഇപ്പോൾ ഉണ്ട്. ലോകേഷിനെ തോളത്തെടുത്ത് വെച്ച ചില അണ്ണന്മാർ പോലും ഇപ്പോൾ പറയുന്നത് അടുത്ത LCU സിനിമയൊക്കെ ലോക പരാജയമായിരിക്കുന്ന. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. LCUയിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ ദില്ലിയോ നമ്മുടെ റോളക്സോ അല്ലെങ്കിൽ നമ്മുടെ ലിയോ അങ്ങനെ വന്ന ക്യാമിയോ ആയാലും മതി. ലിയോയ്ക്ക് പിന്നെ ക്യാമിയോ ആവേണ്ട പോലും ആവശ്യമില്ല. ജസ്റ്റ് ഒരു വോയിസ് ഓവർ ആണെങ്കിലും തിയേറ്ററിൽ നിന്ന് കത്തും. അത് 100% ഉറപ്പാണ്. ലോകേഷ് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഈ അല്ലൻ്റെ സിനിമ ഒന്ന് കഴിഞ്ഞോട്ടെ, കൈവിറ്റു ഓണായിരിക്കും. പിന്നെ ലിയോയ്ക്ക് മിക്സ്ഡ് റിവ്യൂ വന്ന അത് നിങ്ങൾക്കും അറിയാലോ. ഇനി എന്നെങ്കിലും ലിയോ 2 എന്നും പറഞ്ഞൊരു അപ്ഡേറ്റ് എങ്ങാനും വന്നാൽ അന്ന് കൊല തൂക്കും സിനിമ. അത് 100% ഉറപ്പാണ്. ജസ്റ്റ് പാർത്ഥിവനാകുമ്പോൾ വരെയുള്ള സാധനം നമ്മൾ കണ്ട് ഞെട്ടിയിരിക്കുക. ഇനി നമുക്ക് പുള്ളിയിലെ ലിയോയെ കാണണം. ആ ഇതിനു വേണ്ടി ലിയോ 2 കട്ട വെയിറ്റിംഗ്. പക്ഷേ ചിലവരൊക്കെ പറയും ഇതൊക്കെയാണോ വയലൻസ്, ഹോളിവുഡ് സിനിമ കാണണം അതാ വയലൻസ് എന്ന്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഹോളിവുഡ് സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വയലൻസ് കുറച്ച് കുറവാണ്. പക്ഷേ മറ്റു വിജയ് സിനിമയൊക്കെ ഒന്ന് നോക്കിക്കേ. ഈ സിനിമയിൽ ആരും രക്ഷകനെന്നൊന്നും പറയാൻ വന്നില്ലല്ലോ. പുള്ളിക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞവർ അണ്ണാക്കി കൊടുത്തൊരു ക്യാരക്ടറാണ് പാർത്ഥിവൻ. ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വിജയുടെ തന്നെ മറ്റുള്ള ക്യാരക്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റയർലി ഡിഫറൻറ്റ്. ലിയോ 2 ഉണ്ടാവില്ലെന്നൊന്നും അറിഞ്ഞൂടാ, കാരണം പുള്ളി സിനിമ വിട്ടിട്ട് രാഷ്ട്രീയത്തിൽ പോകുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല പുള്ളി പൂർണ്ണമായിട്ട് സിനിമ നിർത്തുമെന്ന്. പുള്ളി എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളി എന്തെങ്കിലും തിരിച്ചു വന്നിരിക്കും. അതെന്തായാലും ഇപ്പോഴൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ലിയോ 2 ഇനി സംഭവിക്കണമെങ്കിൽ തന്നെ മിനിമം ഒരു 10 വർഷമെങ്കിലും എടുത്തിരിക്കും. കാരണം ഞാൻ മുമ്പെയൊക്കെ പറഞ്ഞ പോലെ അടുത്തായിട്ട് അല്ലു അർജുൻ്റെ കൂടെ ലോകേഷ് നിൽക്കുന്നു, പിന്നെ കൈതി 2 കാണുമായിരിക്കും, പിന്നെ വിക്രം 3, റോളക്സിന്റെ സ്പിൻ ഓഫ്, അങ്ങനെ ലാഗടിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 10 വർഷമെങ്കിലും ആവും ലിയോ 2 വരാൻ. പിന്നെ എൽസുവിന്റെ ഷോർട്ട് ഫിലിം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് ലിയോ ഇറങ്ങിയ ടൈമിലെ വിട്ട് പറഞ്ഞു തുടങ്ങിയതാണ്. ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് പോലും തരുന്നില്ല. അതെങ്കിലും ഒന്ന് ഇറക്കി വിട്ടിരുന്നെങ്കിൽ കുറച്ചെങ്കിലും സമാധാനമായേനെ. പിന്നെ ഈ ചാനലിലുള്ള മറ്റുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.